Welcome to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 8 ആണ്, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. നമ്മൾ അതിലെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ഫിനാൻസ് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ് ആസ് വെൽ ആസ് റണ്ണിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫിനാൻസ് അത്യാവശ്യമാണെന്നുള്ളതാണ്. അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഡിറ്റർമൈൻ the choice of suitable source of business finance. അപ്പോൾ ബിസിനസ്സിൻ്റെ സ്യൂട്ടബിലിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം ഫണ്ട് അത്യാവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത മീനിങ് ആണ് പറയുന്നത്. ബിസിനസ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനവും വിതരണവുമാണ്. അത് സൊസൈറ്റിക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ് ഫിനാൻസ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഏത് ടൈപ്പ് ബിസിനസ് ആയാലും ഫിനാൻസ് അത്യാവശ്യമാണ്. ഫിനാൻസ് ദെയർഫോർ ഈസ് കാൾഡ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൽ ഫിനാൻസ് എന്ന് പറയുന്നത് ലൈഫ് ബ്ലഡ് ആണ്. ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് ആണ്, ജീവരക്തമാണെന്നാണ് പറയുന്നത്. The requirement of funds by business to carry out its various activities is called a business finance. നമ്മുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ആവശ്യമായി വരുന്ന ഫണ്ടിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. എ ബിസിനസ് കനോട്ട് ഫങ്ഷൻ വിത്തൗട്ട് ആഡിക്വേറ്റ് ഫണ്ട്. ബിസിനസ്സിന് ആവശ്യമായ ഫണ്ടില്ലാതെ ബിസിനസ് നമുക്ക് റൺ ചെയ്യിക്കാൻ കഴിയുകയില്ല. The initial capital with which a business is started will not be sufficient for running it. അപ്പോൾ നമ്മളെ ഇനിഷ്യൽ ക്യാപിറ്റൽ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ നമുക്കുള്ള ബിസിനസ്സിന് ആവശ്യത്തിൽ അധികം അല്ലെ ആവശ്യമായതില്ല എങ്കിൽ ബിസിനസ് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. എ ബിസിനസ് പേഴ്സൺ therefore has to be on the lookout for different other sources from where the need for funding can be met. നമ്മുടെ ബിസിനസ്സുകാരൻ പല രീതിയിൽ ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നേച്ചറാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്പ് ഓഫ് ഓൺഡ് ആൻഡ് ബോറോവ്ഡ്. ഇപ്പോൾ ഫിനാൻസിൽ പല ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓൺഡ് ഫണ്ട് ഉണ്ട്, ബോറോവ്ഡ് ഫണ്ട് ഉണ്ട്. അടുത്ത റിക്വയർഡ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ഫണ്ട് ആവശ്യമാണ്. ബിഗ് ഓർ സ്മോൾ, മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ഓർ സർവീസ്. ചെറുകിട സ്ഥാപനമായാലും വൻകിട സ്ഥാപനമായാലും മാനുഫാക്ചറിങ് യൂണിറ്റ് ആയാലും ട്രേഡിംഗ് സ്ഥാപനങ്ങളായാലും ഫിനാൻസ് ആവശ്യമാണ്. ഡിഫേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ നേച്ചറിനും സൈസിനും അനുസരിച്ച് ഫിനാൻസിൻ്റെ ഡിപ്പെൻഡൻസി വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫണ്ട് റിക്വയർമെൻറ്റ് വേരി ഫ്രം ടൈം ടു ടൈം. സമയാസമയങ്ങളിലും കാലാകാലങ്ങളിലും ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ, മോർ ഫണ്ട് ഈസ് നീഡഡ് ഡ്യൂറിങ് എ പീക്ക് സീസൺ. പീക്ക് സീസണിലാണെങ്കിൽ കൂടുതൽ ഫണ്ട് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. ഫിനാൻസ് കണ്ടിന്യൂസ് ബേസിസിൽ ബിസിനസ്സിൽ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഫിനാൻസ് അത്യാവശ്യമാണ്. ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ്, ദൈനംദിന ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ ഫിനാൻസ് ആവശ്യമാണ്. ടു മോഡേണൈസ്, എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിഫൈ ബിസിനസ്, ബിസിനസ് മോഡേണൈസ് ചെയ്യുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനും ബിസിനസ്സിൽ ഫിനാൻസ് ആവശ്യമാണ്. ടു പ്രൊക്വയർ ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ഫിനാൻസ് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ നീഡ്സ് ഫോർ ബിസിനസ് ആണ്. ഫിനാൻഷ്യൽ നീഡ്സ് ആണ്, ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ബിസിനസ്സിൽ ഫിക്സഡ് ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യുന്നതിന് ഫിനാൻസ് അത്യാവശ്യമാണ്. ഫിക്സഡ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഓഫ് എ ബിസിനസ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. ബിസിനസ്സിൽ അത്യാവശ്യമായ ഫിക്സഡ് ക്യാപിറ്റലായ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഫർണിച്ചറും ഫിക്സഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ വാങ്ങുന്നതിന് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. രണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്.
working capital refers to that a part of capital which required for holding current asset. കറണ്ട് അസറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ് ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്കിലും ബിൽസ് റിസീവ്ഡും. അതിലുപരിയായിട്ട് മീറ്റിംഗ് കറണ്ട് എക്സ്പെൻസസ്, ബിസിനസ്സിലുണ്ടാകുന്ന ദൈനംദിന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യണം. സച്ച് ആസ് സാലറി, റെന്റ്, ടാക്സസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് എന്താ അത്യാവശ്യമാണ്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അത്യാവശ്യമാണ്. അതിനും ഫിനാൻസ് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്: ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഓക്കെ.